നമസ്കാരം. മുസ്ലിം മതസ്ഥാപനങ്ങളുടെ വരുമാനത്തിന്റെ 7% സർക്കാർ ഖജനാവിലേക്ക് പോകുമ്പോൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു പൈസ പോലും എടുക്കുന്നില്ലെന്ന് SKSSF സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തല്ലൂർ. മതകാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് സർക്കാർ അനാവശ്യമായി പണം ചിലവാക്കുന്നുണ്ടെന്നും മദ്രസ അധ്യാപകർക്ക് പെൻഷനും ആനുകൂല്യങ്ങളും എന്തിന് സംസ്ഥാന സർക്കാർ പണം ചിലവാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചാ വിഷയമായതിന് തൊട്ടു പിന്നാലെയാണ് സത്താർ പന്തല്ലൂർ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുക സർക്കാരിന്റെ ഖജനാവിലെത്തിയിട്ടും അതിന്റെ 1/4 പോലും സമുദായത്തിലെ ആവശ്യ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നും എന്നിട്ടും മുസ്ലിങ്ങൾ അനർഹമായി എന്തോ നേടുന്നുവെന്നാണ് പ്രചാരണമെന്നും സത്താർ പന്തല്ലൂർ തുറന്നടിച്ചു. മുസ്ലിം സമുദായത്തിലെ അവശ്യ ജനവിഭാഗത്തിന് നാമമാത്രമായ സാമൂഹ്യക്ഷേമ പദ്ധതികൾ വഖഫ് ബോർഡ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുവെന്നാണ് പറയുന്നത്. നിർധനരായ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം, വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമുള്ള സഹായം, പള്ളി മദ്രസകളിലെ ജീവനക്കാർക്ക് നാമമാത്ര പെൻഷൻ എന്നിവ നൽകുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും സർക്കാരിൽ നിന്ന് വർഷങ്ങളായി മതിയായ ഫണ്ട് അനുവദിക്കാത്തതിനാൽ മുസ്ലിങ്ങളിലെ അർഹതപ്പെട്ടവർക്ക് സഹായം ലഭിക്കുന്നില്ല. മുസ്ലിം സമുദായത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക സർക്കാർ ഖജനാവിലെത്തിയിട്ടും അതിന്റെ 1/4 പോലും സമുദായത്തിലെ അവശ്യ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്നിട്ടും സർക്കാരിൽ നിന്നും മുസ്ലിങ്ങൾ അനർഹമായി പലതും നേടുന്നുവെന്നാണ് പ്രചാരണമെന്നും ക്രിസ്ത്യൻ മത സ്ഥാപനങ്ങളിലെ കോടിക്കണക്കിന് വരുമാനത്തിൽ നിന്ന് സർക്കാർ എന്തെങ്കിലും വിഹിതം കൈപ്പറ്റുകയോ സഭകളുടെ സ്വത്തിലും വരുമാനത്തിനും ഇടപെടുകയോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഈ സാഹചര്യത്തിൽ മുസ്ലിം പള്ളികളിലെയും സ്ഥാപനങ്ങളിലെയും വരുമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ക്രിസ്ത്യൻ സഭകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം പോലെ സർക്കാർ തലത്തിൽ മുസ്ലിങ്ങൾക്കും അനുവാദം ലഭിക്കണം. ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്.